ഈ കണ്ണൂർ സ്ക്വാഡ് എന്ന് പറഞ്ഞ മമ്മൂട്ടിയുടെ ഒരു സിനിമ വളരെയധികം വൈറലായ ഒരു സിനിമ. മമ്മൂട്ടി പ്രധാനപ്പെട്ട ഒരു പോലീസ് ഒരു ASIയുടെ വേഷമാണ് തോന്നുന്നു അതിനകത്ത് ചെയ്തിരുന്നത്. സാധാരണ IPS ഒക്കെയാണ് വരാറുള്ളത്, ഇത് നേരെ തിരിച്ച് താഴോട്ടുള്ള ഒരു പദവിയിലായിരുന്നു മമ്മൂട്ടി. അപ്പോൾ അതേ ആ ഒരു സിനിമ യഥാർത്ഥത്തിൽ നടന്നിട്ടുള്ള ഒരു സംഭവം. അതുപോലെ ആസിഫ് അലി നായകനായിട്ട് വന്ന് കട്ടപ്പന ഒരു ജുവലറിയൊക്കെ മോഷ്ടിച്ചുകൊണ്ട് പോകുന്ന ഒരു സിനിമയുണ്ട്. സിനിമയുടെ പേര് ഞാൻ മറന്നുപോയി. അതും ഇതുപോലെ അന്യനാട്ടിൽ പോയി കുറ്റവാളികളെ പിടിക്കുന്നതാണ്. ഒരു ജുവലറി കൊള്ളയടിച്ച് കൊണ്ടുവരുന്ന ആൾക്കാരെ അവർ രാജസ്ഥാനിലെ ഒരു ഉൾനാടൻ ഗ്രാമത്തിൽ പോയി പിടിക്കുന്നത്. അത് റിയൽ ഇൻസിഡൻ്റ് ആണ്, ബേസ്ഡ് ഓൺ എ ട്രൂ സ്റ്റോറിയാണ്. അത് പോലീസുകാരനായിട്ടുള്ള സിനിമയിലെ DYSP ആയിട്ടുള്ള, സിനിമയിലെ എന്നല്ല യഥാർത്ഥ DYSP ആയിട്ടുള്ള സിബി തോമസിൻ്റെ ഒരു കഥയായിരുന്നു. അപ്പോൾ നമ്മളെ എപ്പോഴും പോലീസ് സ്റ്റോറികൾ ഹരം കൊള്ളിക്കുന്നത് എങ്ങനെ, ഈ അന്വേഷണത്തിൻ്റെ ഒരു രീതിയുണ്ട്. ഒരു അന്വേഷണത്തിൽ നിന്ന് ഇത് ചുരുളഴിച്ച് പോകുന്നിടത്താണ് ഈ സംഭവത്തിനകത്ത് നമ്മളിതിൽ ത്രിൽഡ് ആയി മാറുന്നത്. അതുതന്നെയാണ്. അപ്പോൾ അതേപോലെ ത്രില്ലിംഗ് ആയിരുന്നു കഴിഞ്ഞ ദിവസം ആലുവ വെസ്റ്റ് പോലീസ് രജിസ്റ്റർ ചെയ്ത ഒരു കേസ്. ഒരു 12 വയസ്സുള്ള ഒരു പെൺകുട്ടിയെ ഒരു യുവാവ്, അതായത് കൊല്ലത്തുകാരനായ ക്രിമിനൽ കേസ് പ്രതിയാണ്, ഇൻസ്റ്റാഗ്രാമിലൂടെ പരിചയപ്പെട്ടിട്ട് ഈ കുട്ടിയെ വളച്ച് വന്ന് നാട് വിട്ടു. ആലോചിച്ച് നോക്കണേ, 12 വയസ്സുള്ള കുട്ടിയും കൊണ്ട് വന്ന് നാടുവിട്ടെന്ന് പറയുമ്പോൾ അത് ഇവന് 10-24 വയസ്സേ ഉള്ളൂ. ഈ അഭിജിത്ത് എന്നാണ് അവൻ്റെ വിഷ്വൽ നമ്മൾ കാണുമ്പോൾ ഒരു ക്രിമിനൽ ലുക്കുള്ള ഒരുത്തനാണ്. അവനെ കണ്ടാൽ തന്നെ അവന് ക്രിമിനലാണ്. ഈ പെൺകുട്ടി അവനെ നേരിട്ട് ഒരു കണ്ടിട്ടില്ലായിരിക്കും നേരത്തെ. അല്ല, ഉണ്ട്. അവിടെയാണ് അതിൻ്റെ ഒരു പ്രശ്നം വന്നത്. ഇവ കോഴിക്കോട് കോഴിക്കോട് പോട്ടെ, എറണാകുളത്ത് ഏതോ ബീച്ചിൽ കപ്പലണ്ടി വിൽക്കുമായിരുന്നു. അപ്പോൾ ഈ ബീച്ച് കാണാൻ ചെന്ന വഴിക്ക് ഇവൻ്റെ കപ്പലണ്ടി മേടിക്കുമോ അങ്ങനെയായിട്ട് ചെയ്തിട്ടാണ് ഈ കുട്ടിയായിട്ട് പരിചയമാണ്. അപ്പോൾ ഇത് ഇൻസ്റ്റാഗ്രാമിലൂടെ ഇവർ ചർച്ച ചെയ്ത് ആണ് ഇത്. ഒന്ന് പേര് വെച്ചാൽ മതി, ഇൻസ്റ്റഗ്രാം കണ്ടുപിടിക്കാൻ. അതെ, ഇൻസ്റ്റാഗ്രാമിലൂടെ അത് കണ്ടുപിടിച്ച് അങ്ങനെയാണ് ഇവർ തമ്മിൽ പരിചയം വന്നു. ഈ കുട്ടി ഇവനൊപ്പം പോകുന്നു. 12 വയസ്സുള്ള കുട്ടി എന്ന് പറഞ്ഞാൽ അതാണ് 6-7 കൊണ്ട് പഠിക്കുന്ന കുട്ടിയാണ്. അപ്പോൾ ആ കുട്ടിയെ കൊണ്ട് ഇവൻ സ്ഥലം വിടുന്നു. പക്ഷേ ഈ കുട്ടിയെ കൊണ്ട് ഇവൻ പോകുന്നിടത്തല്ല, ആ കുട്ടിയെ കേരള പോലീസ് അന്വേഷിച്ച് കണ്ടുപിടിക്കുന്നിടത്താണ് ഇതിൻ്റെ സ്റ്റോറി. അതാണ് ഞാൻ ആദ്യം ഇൻട്രൊഡക്ഷനായിട്ട് പറഞ്ഞത്. 1-2 സിനിമയുടെ കഥ പറഞ്ഞത് അതുകൊണ്ടാണ്. ആ ബേസ്ഡ് ഓൺ എ ട്രൂ സ്റ്റോറി എന്ന് പറയുന്ന പോലെ അങ്ങനെ. നമ്മുടെ സുഹൃത്തുക്കളെ പല പോലീസ് ഉദ്യോഗസ്ഥന്മാർ നമ്മളത് പറഞ്ഞു, നിങ്ങൾ എന്തിനാണ് ഞങ്ങളെ നിരന്തരം ഇങ്ങനെ വിമർശിച്ചുകൊണ്ടിരിക്കുന്നത്? ഞങ്ങളൊരിക്കലും നിങ്ങളുടെ അങ്ങനെ വിമർശിക്കലല്ലേ, വിമർശിക്കേണ്ട കാര്യം വിമർശിക്കുള്ളൂ. നിങ്ങൾ നല്ല കാര്യം ചെയ്താൽ നമ്മുടെ വാർത്തകൾ നമ്മൾ കേരള പോലീസിൻ്റെ അവരെ മികവിനെക്കുറിച്ച് നമ്മൾ അഭിനന്ദിച്ചിട്ടുള്ളൂ. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമായി മാറുകയാണ് ഈ സംഭവം. അതെ, അതായത് ഈ കുട്ടിയെക്കുറിച്ച് യാതൊരു തുമ്പും ഇല്ല ശരിക്കും. ഇവരെങ്ങോട്ട് പോയി? അപ്പോൾ ഇവൻ്റെ ഫോൺ എങ്ങാണ്ട് കാസർഗോഡ് വരെ എങ്ങാണ്ട് റേഞ്ച് കാണിക്കും. മൊത്തത്തിൽ ഏറ്റവും പ്രത്യേകതയുള്ള കാര്യം, ആ സ്ഥല SI ആലുവയിലെ SI ഇദ്ദേഹം കൊട്ടാരക്കരയുള്ള വീട്ടിൽ അവധിയെടുത്ത് വന്നതായിരുന്നു. വന്നപ്പോഴാണ് ഇത് വരുന്നത്. അപ്പോൾ അദ്ദേഹവും ഉടൻ തിരിച്ചു. ഒരു വനിതാ CPO ലിഞ്ചു, പിന്നെ വേറെ 2-3 പോലീസുകാർ, ASI, ഇവരെല്ലാവരും കൂടെ ചേർന്നാണ്. അവരുടെ അവരുടെ പേര് പ്രത്യേകം പറയേണ്ടതായിട്ടുണ്ട്. കാരണം അത് നല്ലൊരു സ്ക്വാഡാണ് പോയത്. ASI ഷാരോണും CPO അൻഷാദും ഈ പറയുന്ന SI സതീഷ് കുമാറും അതുപോലെ ഈ ലിഞ്ചു എന്ന് പറയുന്ന CPOയും. അപ്പം ആകെ ഉള്ളത് ഈ പെൺകുട്ടി വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന CCTV ദൃശ്യവും അമ്മയുടെ ഫോണും എടുത്തുകൊണ്ടാണ് കുട്ടി പോകുന്നത്. ഇവർ ആദ്യം നമുക്ക് ചെയ്യാവുന്ന മാർഗം എന്ന് പറഞ്ഞാൽ CCTV ദൃശ്യങ്ങൾ പരിശോധിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഈ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചു. ഇവർ കാസർഗോഡ് വരെ എങ്ങാണ്ട് ഇതിൻ്റെ റേഞ്ചും കിട്ടി, ഫോണിൻ്റെ റേഞ്ച് കിട്ടി. അതിനുശേഷം അവൻ്റെ ഫോണും സ്വിച്ച് ഓഫാണ്, ഇവരുടെ ഫോണും സ്വിച്ച് ഓഫാണ്. അപ്പോൾ ഇവനെ തിരക്കി, ഇവൻ എവിടെ ഉള്ളതാണ് തിരക്കിയൊക്കെ ചെന്നപ്പോഴാണ് അറിയുന്നത് ഇവൻ ഇന്നടത്താണ്, അവിടെ കച്ചവടം നടത്തുന്ന ഒരാളാണ്. അപ്പോൾ അവന് ഒരു മുതലാളിയുണ്ട്. അവൻ്റെ മുതലാളിയെ ചെന്ന് കണ്ടു, ഇവൻ്റെ സുഹൃത്തുക്കളെല്ലാം കണ്ടുപിടിച്ചതിന് ശേഷം ഇവൻ്റെ ഒരു സുഹൃത്തിൻ്റെ ഇൻസ്റ്റായിൽ നിന്ന് ഇവന് മെസ്സേജ് വിട്ടു, സുഹൃത്തിനെ കൊണ്ട് ഇടിയിപ്പിച്ചു. നീ എവിടെയാണ്? അപ്പോൾ ഞാൻ ഇപ്പോൾ ഉടനെ വരുമോ എന്ന് ചോദിച്ചുകൊണ്ട് ഒരു മെസ്സേജ് ഇടിപ്പിക്കും. അന്നേരമാണ് ഇവൻ പറയുന്നത്, ഞാൻ കാസർഗോഡ് നിന്നും ഇങ്ങോട്ട് വരികയാണെന്നോ അങ്ങോട്ട് പറഞ്ഞു മെസ്സേജ്. ഇവൻ പൂർണ്ണമായിട്ടും ഒരു തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലാണ് മറുപടി കൊടുത്തുകൊണ്ടിരുന്നത്. അതെ, എന്താണെങ്കിലും ഇവനെ ട്രേസ് ചെയ്തു, ഫോണിൽ കൂടെ ട്രേസ് ചെയ്തു. ഇവിടുന്ന് ഒരു കാറയിൽ ഇവനെ തിരക്കി പോവാണ്. പിന്നെ പോകുന്നത് കാസർഗോഡ് പോകുന്നു, മംഗലാപുരം, പിന്നെ ഗോവയിൽ ചെല്ലുന്നു. ഗോവ വഴി അവസാനം ഇത് പൂനെയിലെത്തുമ്പോഴാണ് ഇവനെ പിടിക്കുന്നത്. പൂനെയിലൊക്കെ ഇവനെ ഇടയ്ക്കിടയ്ക്ക് ഇവൻ്റെ ടവർ ലൊക്കേഷൻ ഓണാവുന്നുണ്ട്. അവിടെ വെച്ചിട്ടാണ് ഈ പിടിക്കുന്നത്. പൂനായി വരെ കാറയിലായി പോകുന്നതെന്ന് ഓർത്തോണം.
ഇത് കാറേ പോയി ഓർത്തിട്ട് അന്നേരമാണ് ഇവൻ ഡൽഹിക്കുള്ള ട്രെയിൻ. അപ്പോൾ അവസാനം ഇവർ സ്ഥിരീകരിക്കുകയാണ്. ഇവിടെ നിന്നുകൊണ്ട് ഇവിടെ ഒരു SHO ഉണ്ട്. SHO ഇവിടുന്ന് സന്ദേശം കൊടുക്കുന്നു. ഇവൻ ആദ്യം പൂനെക്ക് പോയി, പൂനെയിൽ തിരിച്ച് കേരളത്തിലോട്ട് വരാൻ പോകുന്നു. അപ്പോഴാണ് ഇവന് ഡൽഹിയിലൊരു സുഹൃത്തുണ്ട്, ഇതര സംസ്ഥാന തൊഴിലാളിയായിട്ടൊരു സുഹൃത്തുണ്ട്. അയാൾ ആദ്യം ഫോൺ വിളിച്ചിട്ട് കിട്ടാഞ്ഞുകൊണ്ടാണ് അവന് പൂനെയിൽ നിന്ന് നേരെ തിരിച്ച് ഇങ്ങോട്ട് വരാൻ ശ്രമിക്കുന്നത്. അപ്പോഴാണ് മറ്റേ ആൾ തിരിച്ചു വിളിക്കുന്നത് അവിടെ ഉണ്ടെന്ന് പറഞ്ഞു. ഉടനെ അവൻ നേരെ തിരിച്ച് അടുത്ത ഡൽഹിക്ക് പോകാനുള്ള ട്രെയിനിൽ കയറി. അപ്പോൾ ട്രെയിനിൽ കയറിയപ്പോഴേ ഇവർക്കറിയാം, കേരള പോലീസ് അത് നേരെ ഈ പൂനെ റെയിൽവേ സ്റ്റേഷൻ എത്തുന്നു, പോലീസിനെ അറിയിക്കുന്നു, വിവരങ്ങളെല്ലാം അറിയിക്കും. അപ്പോൾ ഇവർക്കറിയാം വേറെ എങ്ങും ഇവർ കയറത്തില്ല, ജനറൽ കമ്പാർട്ട്മെൻറ്റിൽ കയറത്തുള്ളൂ. അങ്ങനെ ഇവർ 2 സംഘമായിട്ട് തിരിഞ്ഞ്, ബാക്കിലും ഫ്രണ്ടിലും കുറേച്ച വീതമാണല്ലോ ജനറൽ കമ്പാർട്ട്മെൻറ്റ്. ഫ്രണ്ടിലെ ജനറൽ കമ്പാർട്ട്മെൻറ്റ് ചെല്ലുമ്പോൾ ഉണ്ട് തട്ടയിലിരിക്കുകയാണ് രണ്ടുപേരും. ഇപ്പോൾ രണ്ടിനെയും വലിച്ച് പോലീസ് താഴെ ഇറക്കുന്നുണ്ട്. താഴെ ഇറക്കുമ്പോഴത്തേക്ക് അത് കമ്പാർട്ട്മെൻറ്റിലുള്ളവരെല്ലാം കൂടി ഇവരെ കയ്യേറ്റം ചെയ്തു. വെറുതെ ഒരു ആവശ്യമില്ല. അപ്പോൾ അവരോട് ഇവർ ID കാർഡ് കാണിച്ചിട്ട് പറഞ്ഞു ഇതാണ് കേസ്. അങ്ങനെ ഇവരെ അവിടുന്ന് ആ വണ്ടിയിൽ തന്നെ കൊണ്ടുവരുവാണ് തിരിച്ച്. അതിസാഹസിക കഥയാണ്. അതിസാഹസികമായിട്ട് ആ വണ്ടിയിൽ തന്നെ തിരിച്ചു കൊണ്ടുവരുന്നു. അപ്പം ഈ 12 വയസ്സുള്ള മോളോട് ഈ വനിതാ പോലീസ് ഉദ്യോഗസ്ഥ പറയുന്നു അവരുടെ മക്കൾക്ക് ഈ പ്രായമേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ അവർ വണ്ടിയിൽ വെച്ച് തന്നെ ഈ കുട്ടിയെ ഒരുപാട് കൗൺസിലിംഗ് ഒക്കെ കൊടുക്കുന്നുണ്ട്. പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല, ഈ ഒരു പ്രായത്തിലുണ്ടാകാവുന്ന ഒരു ചപലത മാത്രമാണ്. എന്നാലും പോലീസ് അതിനായിട്ട് വരുത്തിയ ഒരു എഫേർട്ട്. അവർ എന്തോ ഒരു അത്യാവശ്യ കാര്യത്തിന് ലീവ് എടുത്ത് വീട്ടിൽ പോയ ആളാണ് ഈ SI. അദ്ദേഹമാണ് അവിടുന്ന് ഇറങ്ങിയാണ് ഇതിലേക്ക് വന്നിരിക്കുന്നത്. എന്താണെങ്കിലും വലിയ ഒരു കണ്ടുപിടുത്തമാണ് ഉണ്ടായിരിക്കുന്നത്. അതായത് ഇവൻ ഐസ്ക്രീം വിൽപ്പനക്കാരനാണ്. ചെറായി ബീച്ചിലാണ്, ചെറായി ബീച്ചിൽ അവന് ഈ ഐസ്ക്രീം വിൽക്കാൻ വന്നതാണ്. 26 വയസ്സുള്ള കൊല്ലം ഓച്ചിറ സ്വദേശിയാണ്. ഇവൻ നേരത്തെ നിരവധി ക്രിമിനൽ കേസിൽ പ്രതിയുമാണ്. ഇപ്പോൾ അവൻ പോക്സോ കേസിൽ കൂടി ഇപ്പം അവന് അകത്തായി. അപ്പോൾ ഇവൻ്റെ തൊഴിലുടമയുണ്ട് ഒരു ഗിരീഷാണ് ഇതിന് വേണ്ട നിർണായകമായ വിവരങ്ങൾ കൊടുത്തത്. ഇവന് എവിടെ ഉള്ളതാണെന്നും എന്താണെന്നും ഇവൻ്റെ ചിത്രങ്ങൾ കാണിച്ച് അങ്ങനെയാണ് പോലീസ് ആദ്യ സ്റ്റെപ്പിലാണ് ഇവനെ തിരിച്ചറിയുന്നത്. അപ്പോൾ ഇവനെ ആദ്യമായിട്ട് ഇവർ കൊടുത്ത മെസ്സേജ് എന്താണെന്നറിയാം. ഇവൻ്റെ ഏറ്റവും അടുത്ത ഒരു സുഹൃത്തിനെ കൊണ്ട് എടാ നീ വീട്ടിലെത്തിയോ എന്നൊരു മെസ്സേജാണ് കൊടുക്കുന്നത്. അപ്പോൾ വീട്ടിലെത്തിയെങ്കിൽ നീ എന്നെ ഒന്ന് തിരിച്ചു വിളിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ 10 മിനിറ്റ് കൊണ്ട് അവൻ തിരിച്ചു വിളിച്ചു. അന്നേരം ഇവർ കറക്റ്റ് ലൊക്കേഷൻ എടുക്കുമ്പോൾ ഇത് കാസർഗോഡാണ്. അപ്പോൾ ഇവരോട് പറയുന്നത് ഞാൻ വീട്ടിൽ പോയിട്ടില്ല, കന്യാകുമാരിയിലേക്ക് പോവാണ് എന്നാണ് പറയുന്നത്. പക്ഷേ ഇവൻ്റെ ലൊക്കേഷൻ കാണിക്കുന്നത് എവിടെയാണെന്നറിയോ? നേരെ തിരിച്ച് കാസർഗോഡാണ്. അപ്പം ഇവന് എനിക്കൊന്നും അത്രയ്ക്ക് ബുദ്ധിയൊന്നുമില്ല. ഇവന് കാസർഗോഡ് ഇരുന്നുകൊണ്ടാണ് ഈ ഫോൺ എടുക്കുന്നത്. ഫോൺ എടുത്തിട്ട് ഇവൻ കൂട്ടുകാരനോട് പറയുന്നത് ഞാൻ കന്യാകുമാരിയിലാണ്. അപ്പോൾ അത് കഴിഞ്ഞപ്പോഴാണ് ഒരു ക്രിമിനൽ ആണെന്നാണ് നമ്മൾ അതാ ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട പോക്ക് എന്താണെന്നറിയോ? ഇവര് ധാരാവിയിൽ പോയി. ധാരാവിയിൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ ചേരി പ്രദേശമാണ്. അതായത് ഒരു വീട്ടിനകത്ത് തന്നെ 10-30 പേര് താമസിക്കുന്ന സ്ഥലമാണ്. 20 മീറ്റർ ചുറ്റളവിൽ ഒരു 50 പേരാണ് നമ്മുടെ കേരളത്തിൽ താമസിക്കുന്നത്. ധാരാവിയിൽ അത് 650 പേരാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സ്ഥലത്തോട്ടാണ് പോകുന്നത്. അവർ ഇവൻ്റെ പുറകെ ഇവർ ആദ്യം കാസർഗോഡ് ചെല്ലുന്നു. കാസർഗോഡ് ചെന്നപ്പോഴത്തേക്ക് ഇവൻ്റെ ഫോൺ സ്വിച്ച് ഓഫ്. പിന്നെ ഇവൻ്റെ ലൊക്കേഷൻ കാണിച്ച് ഗോവയാണ്. ഇവർ അവിടെ മംഗലാപുരം എത്തിയെന്നു. ഗോവയ്ക്ക് പോകാനായിട്ട് മംഗലാപുരത്ത് ചെന്നപ്പോൾ കാണിക്കുന്നത് ധാരാവിയിലാണ്. അതിനോടകം അവൻ ധാരാവിയിൽ എത്തിക്കഴിഞ്ഞു. അപ്പോൾ അത്ര സ്പീഡിലാണ്. അപ്പം അത് കഴിഞ്ഞ് ധാരാവി പറക്കണമെങ്കിൽ വലിയ പണിയാണ്. ധാരാവി എന്ന് കേട്ടുണ്ടോ? സത്യമാണ്, ഞാൻ കണ്ടിട്ടുണ്ട്. അധോലോക സ്ഥലമാണ് ധാരാവി. അപ്പം അവിടെ ഒരു മലയാളി IPS ഉദ്യോഗസ്ഥനുണ്ട്, ഗോകുൽ രാജ്. അദ്ദേഹത്തിൻ്റെ സഹായത്തോടു കൂടിയാണ് ധാരാവിയിൽ പരിശോധന നടത്തുന്നത്. അവിടെ പക്ഷേ എവിടെ ചെന്ന് തിരയാൻ കടൽ പോലെ കിടക്കുക, ധാരാവി പ്രദേശമാണ്. അപ്പോൾ പിറ്റേന്ന് രാവിലെ ഇവരവിടെ ചെന്നു, കിട്ടിയില്ല. അതിൻ്റെ പിറ്റേന്ന് രാവിലെ നോക്കുമ്പോൾ ഇവൻ്റെ ഫോൺ ഓണായി ഷോലാപ്പൂരിൽ. അപ്പോൾ ഷോലാപ്പൂരിൽ ആണെന്ന് കണ്ടപ്പോൾ ഇവൻ ട്രെയിനിലാണെന്ന് മനസ്സിലായി. അങ്ങനെ ഇവർ ട്രെയിനിൻ്റെ ലൊക്കേഷൻ എടുത്തപ്പോൾ നിസാമുദ്ദീൻ എക്സ്പ്രസ്സിലുണ്ട്, ഡൽഹിക്ക് പോകും. അവൻ ഡൽഹിയിലേക്കുള്ള നിസാമുദ്ദീൻ എക്സ്പ്രസ്. അങ്ങനെ സത്താറ റെയിൽവേ സ്റ്റേഷനിൽ വെച്ചാണ്, തൊട്ടടുത്ത റെയിൽവേ സ്റ്റേഷൻ സത്താറയാണ്. അവർക്ക് സത്താറയിൽ പക്ഷേ ഇവർക്ക് ഓടിയെത്താൻ പറ്റില്ല. ഇവർ കാറയല്ല, 2.5 മണിക്കൂർ വേണം അവർ. അവിടെ നിന്ന് അവർ നേരെ പൂനെ റെയിൽവേ സ്റ്റേഷൻ വിട്ടു. സത്താറയിലോട്ട് പോകാതെ അവർ നേരെ പൂനെയിലോട്ട് പോയിട്ടു.
പൂനെയിലാണ് പൂനെയിൽ വെച്ചാണ് ഇവനെ നന്നായി ഒരു മലയാളി IPS ഉദ്യോഗസ്ഥൻ കൂടെ അവിടുത്തെ മഹാരാഷ്ട്ര ഉള്ളത് അദ്ദേഹത്തിന് ഒരുപാട് സഹായിക്കാൻ പറ്റി അതെ കാണും. അദ്ദേഹത്തിന് സഹായിക്കാൻ പറ്റി. എല്ലാവരും ചേർന്ന് ഒരു സംഘടിതമായ ഒരു ശ്രമമായിരുന്നു. എന്തായാലും ഈ കുട്ടിയെ അതുകൊണ്ട് തന്നെ വലിയ പ്രശ്നങ്ങളില്ലാതെ ഇവർക്ക് തിരിച്ച് ഏതായാലും ഈ സത്യത്തിൽ ഈ പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് നമ്മൾ അവർക്ക് എന്തെങ്കിലും പുരസ്കാരം നൽകി നമ്മൾ ആദരിക്കണം. അവർക്ക് അത്ര റിസ്ക് എടുത്താണ് അവർ വരുന്നത്. സെൻട്രി കൊടുക്കും ചെയ്യുന്ന സമയത്ത്. മാത്രമല്ല ഇത്തരം ഉദ്യമങ്ങളെ, ഇത്തരം അറ്റംപ്റ്റുകളെ നമ്മൾ അത് പൂർണ്ണ വിജയത്തിലെത്തി നമ്മൾ ആത്മാർത്ഥമായിട്ട് നമ്മൾ ആഭ്യന്തരമന്ത്രിനെ നേരിട്ട് അവരെ വിളിച്ച് വരുത്തി ഇവരെ നമ്മൾ ആത്മാർത്ഥമായിട്ട് തന്നെ അനുമോദിക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഈ പോലീസുകാർ എത്രയായാലും നമ്മുടെ സേനയ്ക്ക് തന്നെ വളരെ അഭിമാനമാണ്. ഭാവിയിൽ ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകാതിരിക്കാനൊക്കെ ഇതുപോലുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ സാന്നിധ്യം നമുക്ക് ഏറെ സഹായകരമാകും എന്നുള്ള കാര്യവും ഉറപ്പാണ്.